പ്രിയം ഭാഗം 17. രാജിയെ മുറിയിലെ ബെഡിൽ പതുക്കെ കിടത്തിയതിനു ശേഷം അയാൾ പുറത്തേക്കിറങ്ങി വന്നു. അമ്മയ്ക്കുള്ള ചൂട് കഞ്ഞിയുമായി ഗോവണിപ്പടികൾ കയറി വരുന്ന പ്രിയയെ കണ്ടതും അയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി. നെറ്റി ചുളിച്ച് പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ടവിടെ അയാൾ നിൽപ്പ് തുടങ്ങി. എവിടേക്കാ ഇതും താങ്ങി പിടിച്ചുകൊണ്ട്? അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണമായിരുന്നു. മരുന്ന് കഴിക്കാനുള്ളതല്ലേ പപ്പ, അതുകൊണ്ടാ ഞാൻ. അവൾ വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ അയാൾക്ക് മുൻപിൽ പേടിയോടെ നിന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചത് പോരെ നിനക്ക്? ഇനി കഞ്ഞിയിൽ വല്ല പോയ്സണും കലക്കി കൊടുക്കാനുള്ള ശ്രമമാണോ? നീ വന്നതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങിയത്. കിച്ചണിൽ നിന്റെ അശ്രദ്ധ കാരണമല്ലേ രാജി തെന്നി വീഴാൻ ഇടയായത്. അല്ലെങ്കിലും സെർവൻസിനെല്ലാം അമിത സ്വാതന്ത്ര്യം നൽകിയാൽ ഇതും ഇതിനപ്പുറം സംഭവിക്കുമെന്ന് ഞാൻ ഓർക്കേണ്ടതായിരുന്നു. എൻ്റെ രാഹുൽ കെട്ടിയ താലി നിന്റെ കഴുത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് നിനക്ക് അല്പം പരിഗണന ഞാൻ തന്നത്. ഇതെല്ലാം എടുത്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ നിന്നും പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇറങ്ങിപ്പോ ഇവിടുന്ന്. അയാൾ ആക്രോശിച്ചുകൊണ്ട് അവളെ ഇറക്കി വിട്ടു. തിരിച്ചൊന്നും പറയാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടവൾ ആ ഗോവണിപ്പടികൾ ഇറങ്ങി താഴേക്ക് പോയി. താൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞാലും പപ്പ വിശ്വസിക്കുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടി വന്നപ്പോൾ ആ ഹൃദയം വല്ലാതെ പിടഞ്ഞു. അതിലേറെ ആ മനസ്സിനെ നോവിപ്പിച്ചത് രാഹുലേട്ടൻ്റെ അമ്മയെ താൻ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന പപ്പയുടെ ചോദ്യമായിരുന്നു. അമ്മയെ പരിചരിക്കാനോ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാനോ കഴിയാതെ മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഓർത്തുകൊണ്ടവൾ സ്വയം മനസ്സുരുകി കണ്ണീർ പൊഴിച്ചു. ഭാര്യയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ അയാൾ ഓഫീസിലെ കാര്യങ്ങൾക്ക് കുറച്ചു ദിവസം അവധി കൊടുത്തിരുന്നു. കാലിലും കയ്യിലും ഒരുപോലെ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ട് രാജിയെ ശുശ്രൂഷിക്കാൻ അല്പം ബുദ്ധിമുട്ട് അയാൾക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും പ്രിയയുടെ ഒരു സഹായവും വേണ്ടെന്ന അഹങ്കാരമായിരുന്നു അയാളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഗോപകുമാറുമായി നടത്താൻ തീരുമാനിച്ച ബിസിനസ് ഡീലിൻ്റെ ചില ഫയലുകൾ ഏൽപ്പിക്കാനായി മാധവൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അതോടൊപ്പം രാജിയുടെ ഈ അവസ്ഥയിൽ മീരമോളെ കൂടി ഉൾപ്പെടുത്തിയാൽ അവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ ഇതൊരു കാരണമാകുമെന്ന ഉദ്ദേശത്തോടെയുമാണ് അയാൾ അവിടേക്ക് കയറി ചെന്നത്. ഏത് സമയത്തും ആ വീട്ടിലേക്ക് ചെന്നു കയറാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നതുകൊണ്ട് തുറന്നു കിടന്നിരുന്ന ആ വാതിലിലൊന്ന് മുട്ടി വിളിക്കേണ്ടുന്ന ആചാരമര്യാദയൊന്നും ആവശ്യമായിരുന്നില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. പ്രിയയെ ഈ കാരണം കൊണ്ട് അകറ്റുന്നതോടൊപ്പം തന്നെ രാജിയെ സഹായിക്കാനായി മീരമോൾ അവിടെ ഉണ്ടാകണമെന്നയാൾ അതിയായി ആഗ്രഹിച്ചുപോയി. മാധവൻ വീട്ടിനകത്തേക്ക് വന്നതറിയാതെ അച്ഛനും മകളും ലിവിംഗ് റൂമിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന തിരക്കിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. ലാപ്ടോപ്പിൽ ചില ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഗോപകുമാർ സംസാരത്തിനിടയിൽ രാഹുലിൻ്റെ അമ്മയുടെ കാര്യം മീരയോട് തിരക്കിയത്. സംസാരിക്കുന്നത് തൻ്റെ കുടുംബത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ മാധവൻ അവർ കാണാതെ ഒരല്പം മറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു. സോഫയിൽ ചാരിയിരുന്ന് തനിച്ചവൾ ചെസ് ബോർഡിനു മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഡാഡിയുടെ ചോദ്യത്തിനവൾ മറുപടി പറയാൻ ശ്രമിച്ചത്. ഡാഡി പ്ലീസ്, അതേക്കുറിച്ച് നീ ഓർമ്മിപ്പിക്കല്ലേ. ആ വില്ലേജ് ഗേൾ പ്രിയയുടെ നടുപൊടിക്കാനായി ഞാൻ ചെയ്തൊരു മണ്ടത്തരം. അവൾ വരുന്നുണ്ടെന്ന് കരുതിയാണ് ഞാൻ അവിടെ എണ്ണയൊഴിച്ചത്. എന്നാൽ അതിൽ വീണുകിടന്നതോ ആ ഓൾഡ് ലേഡിയായിരുന്നു. എൻ്റെ പ്ലാനെല്ലാം നശിപ്പിച്ചത് അവരാണ്. പ്രിയയെ അവിടുന്ന് ഓടിച്ചതിനു ശേഷം രാഹുലിനെ ഞാൻ വിവാഹം ചെയ്തതുകൊണ്ട് മാത്രം ആ സ്വത്തെല്ലാം നമുക്ക് കിട്ടുമെന്ന് ഡാഡി ഒരിക്കലും കരുതരുത്. സത്യത്തിൽ എൻ്റെ ടാർഗറ്റിലെ ആദ്യത്തെയാൾ ആ ഓൾഡ് ലേഡിയെ തന്നെയായിരുന്നു. അവരില്ലാതായാൽ മാത്രമേ രാജേശ്വരി ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന പേര് മാറി ആ സ്ഥാനത്ത് മാധവനങ്കിൾ മരുമകളായ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുള്ളൂ. മീര ഗ്രൂപ്പ് ഓഫ് കമ്പനി. ആഹാ, വണ്ടർഫുൾ നെയിം. കേൾക്കാൻ തന്നെ എത്ര ബ്യൂട്ടിഫുള്ളാ അല്ലേ ഡാഡി? ഇനി ഏതായാലും കുറച്ചു നാൾ കൂടി ക്ഷമിച്ചാൽ മതിയല്ലോ.
തൽക്കാലം കൊല്ലുന്നതിന് മുൻപ് അവർക്കല്പം വിശ്രമം കിടന്നോട്ടെ, അല്ലേ ഡാഡി? ഹിഹിഹി. അവൾ ചെസ് ബോർഡിലെ കരുക്കൾ ഓരോന്നായി തട്ടിമാറ്റിക്കൊണ്ട് ഒരു രക്തരക്ഷസിനെ പോലെ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരിയുടെ അട്ടഹാസം പുറത്തു മറഞ്ഞുകൊണ്ട് നിന്നിരുന്ന മാധവന്റെ കാതുകളിൽ വന്നലയടിച്ചു നിന്നു. ഒരു ഞെട്ടലോടെയാണ് അയാൾ അത് കേട്ടു നിന്നത്. മീരയുടെ പ്രതികരണം നേരിട്ട് ബോധ്യമായപ്പോൾ മാധവന്റെ കണ്ണിനും കാതുകൾക്കും പെട്ടെന്നത് വിശ്വസിക്കാനായിരുന്നില്ല. ഒരു മകളെപ്പോലെയാണ് താൻ അവളെ എന്നും കണ്ടിരുന്നത്. രാജിയെ അവൾ അമ്മയെപ്പോലെ സ്നേഹിക്കുമെന്ന അബദ്ധധാരണ വച്ചു പുലർത്തിയാണ് താൻ ഇവിടേക്ക് കയറി വന്നത്. എന്നാൽ ഡാഡിക്കും മകൾക്കും അയാളോടോ ആ കുടുംബത്തോടോ യാതൊരു തരത്തിലുമുള്ള അടുപ്പമോ സെന്റിമെന്റ്സോ ഇല്ലെന്ന കാര്യം അതോടെ അയാൾക്കുറപ്പായി. അവരുടെ ഓരോ സംസാരവും അതിനുള്ള തെളിവുകളായിരുന്നു. മീരയും രാഹുലുമായുള്ള വിവാഹം പോലും മാധവന്റെ കോടിക്കണക്കിന് വിലമതിപ്പുള്ള സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന തന്ത്രമായിരുന്നുവെന്ന് അവരുടെ നാവിൽ നിന്നു തന്നെ അയാൾ മനസ്സിലാക്കിയെടുത്തു. ഗോപകുമാറിനെക്കുറിച്ചുള്ള തൻ്റെ അമിതമായ വിശ്വാസവും ബിസിനസ്സിൽ സംഭവിക്കാൻ പോകുന്ന ലാഭത്തെക്കുറിച്ചും മാത്രമേ താൻ ഈ നിമിഷം വരെ ചിന്തിച്ചിരുന്നുള്ളൂ. അതിനിടയിൽ നല്ലവരായ മനുഷ്യരെ തിരിച്ചറിയാനോ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനോ താൻ ഇതുവരെയും ശ്രമിച്ചിരുന്നില്ലെന്ന് അയാൾ വേദനയോടെ മനസ്സിലാക്കി. ഇനിയും താൻ ക്ഷമിച്ചുകൊണ്ട് എല്ലാം ഒരു വിഡ്ഢിയെപ്പോലെ കേട്ടു നിൽക്കാൻ തയ്യാറല്ലെന്നുറപ്പിച്ചുകൊണ്ട് മാധവൻ അവരുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അയാളെ കണ്ടതും അവർ രണ്ടുപേരും അമ്പരന്നുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു നിന്നു. ജാള്യതയോടെ അയാളെ വരവേൽക്കാൻ അവർ ശ്രമിച്ചെങ്കിലും മാധവന്റെ മുഖഭാവത്തിൽ നിന്നും സത്യമെല്ലാം മനസ്സിലാക്കിയെന്ന് അവരെ വിളിച്ചറിയിക്കുകയായിരുന്നു. അയാൾ അവർക്കു നേരെ കണ്ണുകൾ അരിശത്തോടെ കൂർപ്പിച്ചു നിർത്തി. കയ്യിലുണ്ടായിരുന്ന ഫയലിൽ നിന്നും അയാളുമായി എഗ്രിമെന്റ് ചെയ്യാൻ തയ്യാറാക്കിയ കടലാസുകൾ ശക്തിയോടെ വലിച്ച് പുറത്തേക്കെടുത്തു. കോട്ടിന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു ലൈറ്റർ എടുത്തു കത്തിച്ചുകൊണ്ടയാൾ ആ കടലാസ് തുണ്ടുകൾ അവരെ സാക്ഷി നിർത്തി അഗ്നിക്കിരയാക്കി. കത്തുന്ന കടലാസ് തുണ്ടുകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മാധവനോട് ഒന്നും പറയാൻ കഴിയാതെ അവർ പേടിയോടെ ഒരൽപ്പം പിറകിലേക്ക് ചുവടുകൾ വെച്ചു. മാധവന്റെ കണ്ണുകളിൽ അന്നേരം തെളിഞ്ഞ പകയുടെ തിളക്കത്തിന് കത്തുന്ന അഗ്നിയുടെ താപത്തേക്കാൾ കാഠിന്യമുള്ളതുപോലെ അയാൾക്ക് അനുഭവപ്പെടുകയായിരുന്നു. തുടരും. കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.